കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ നടന്ന ഉത്സവാഘോഷത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ളത്. കാരണം അവിടെ നിരവധി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതിന്റെ യുവജന സംഘടനകളുടെയും വലിയ തോതിൽ കൊടിവെച്ച് അവിടെ ഒരു ഗാനമേള നടത്തി, വിപ്ലവ ഗാനമേള നടത്തി. ഇത് ആരോ ഫോട്ടോ എടുത്ത് ഹൈക്കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി. ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം ആണോ ഇത്, കോളേജിന്റെ ആനുവൽ ഡേ ആണോ എന്നാണ് കോടതി ചോദിച്ചത്. കോളേജിന്റെ ആനുവൽ ഡേക്ക് പാർട്ടിയുടെ കൊടി വയ്ക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പാർട്ടി സമ്മേളനമാണോ എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. എന്തായാലും പോട്ടെ. ഈ ചോദ്യം പലതരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ഒരു ക്ഷേത്രം അത് ആരുടെ ക്ഷേത്ര പള്ളി എന്തോ ഉണ്ട്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനായി ഉപയോഗിക്കാമോ? വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ, കേരളത്തിലടക്കം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും അവരുടെ സഹസംഘടനകളും ക്ഷേത്രങ്ങളെ ഈ തോതിൽ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അടുത്ത ദിവസങ്ങളിൽ കണ്ടെത്തിയത് CPM സംസ്ഥാന സമ്മേളനത്തിലെ രേഖയാണ്. നാമജപമായാലും ഉത്സവങ്ങളായാലും അല്ലെങ്കിൽ മറ്റു രീതികളായാലും മനുഷ്യരെ വർഗീയമായി വിഭജിക്കുന്നതിനും രാഷ്ട്രീയമായി തങ്ങളുടെ കൂടെയാക്കുന്നതിനും സംഘപരിവാറി ശ്രമം നടത്തുന്നുവെന്ന് കണ്ടെത്തിയത് CPM ആണ്. ആ CPMന്റെ കൊടി തന്നെയാണ്, അവരുടെ യുവജന സംഘടനയുടെ കൊടി തന്നെയാണ് ഈ അമ്പലത്തിലും കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലും വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ ആചാരം, ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണോ ഇത് നടത്തിയത്? ഹൈക്കോടതി ചോദിച്ചു, ആരാണ് ഇതിന് പണം മുടക്കിയത്, ആരാണ് നടത്തിയത്, ആരാണ് ഇതിന് അനുവാദം കൊടുത്തത്? അപ്പോൾ ഉത്സവ കമ്മിറ്റിയാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു. ഉത്സവ കമ്മിറ്റി ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ആരാണെങ്കിലും ഇതിന് കേസ് മാറ്റി വെച്ചിരിക്കുകയാണ് അതിന്റെ വിചാരണ നടക്കാൻ, അല്ലെങ്കിൽ മറ്റേ കേസിന്റെ മറ്റ് ഇതുകളിലേക്ക് വരികയാണ്. മറുപടി മറ്റുള്ളവരുടെ കൗണ്ടർ അഫിഡവിറ്റ് കിട്ടിയിട്ട് വേണം ഈ കേസ് മുമ്പോട്ട് പോകാൻ. പക്ഷേ ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ക്ഷേത്രാങ്കണങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെച്ചാൽ നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ കൊടിവെച്ച് അവർ ചെയ്താൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് അത് സംഘർഷത്തിലേക്ക് പോലും വയ്ക്കും. കാരണം എന്താ വെച്ചാൽ ഇതിനെതിരുള്ള ആളുകൾ അവിടെ പോയി ചോദിക്കും, അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് എന്തും ആവാം എന്ന അവസ്ഥയുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിലുള്ള ദൈവികമായ ആഘോഷങ്ങൾ, നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന്റെ കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അത് ഒരുപാട് ചർച്ച ചെയ്താണ് കേരളം. തൃശ്ശൂർ പൂരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപിക്ക് വേണ്ടി, BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നത് വലിയ വിവാദമായതാണ്. അവിടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ തന്നെ അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരസ്യമായി പാർട്ടികളുടെ കൊടി വെച്ച് പാട്ടുപാടി അതിന്റെ കച്ചേരി നടത്താൻ ഒരു ക്ഷേത്രാങ്കണം ഉപയോഗിക്കുന്നത് ശരിയാണോ? ഇത് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യ സെക്യുലർ ആണ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സെക്യുലർ ആവണം. കാരണം ഭരണഘടന അനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഹിസ്റ്ററിയും. സെക്യുലർ ആവണം. സെക്യുലർ ആയ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ സെക്യുലർ ആയിരിക്കണം. ഇത് കേസ് കൊടുത്തത് BJP ആണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അവർക്കത് പറയാനുള്ള എന്തെങ്കിലും ധാർമ്മികമായ അവകാശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും തങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഇത് അവർക്കും ബാധകമാവുന്ന തരത്തിൽ ഇത് വരണം. ആ അർത്ഥത്തിൽ CPM ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാടെടുക്കണം. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതിൽ വരണം. ഇപ്പൊ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു നാടകത്തിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നാടകം നമ്മളൊരു സമിതിയെ നടത്താൻ തീരുമാനിച്ചു. എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ചെറുപ്പകാലത്ത് ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ഉണ്ടായിരുന്നത് കഥാപ്രസംഗമാണ്. സാംബശിവന്റെയും അതുപോലെയുള്ള കിടാമംഗല സദാനന്ദന്റെയും ഒക്കെ കഥാപ്രസംഗം. ഞാൻ കഥാപ്രസംഗം കേൾക്കാൻ ഞങ്ങളൊക്കെ പോകും. സാംബശിവൻ പ്രത്യേകമായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏത് കഥ പറയാനും, ഇത് പുരാണമാണെങ്കിലും ചരിത്രമാണെങ്കിലും നോവലാണെങ്കിലും റഷ്യൻ കഥയാണെങ്കിലും അദ്ദേഹം അതിന്റെ രാഷ്ട്രീയം അദ്ദേഹം അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ അത് ആളുകൾ വേറെ അർത്ഥത്തിൽ രസിച്ചിരുന്നു. പക്ഷേ ഒരു പാർട്ടിയുടെ കൊടി കെട്ടിയിട്ടല്ല അവിടെ സാംബശിവൻ കഥാപ്രസംഗം പറഞ്ഞിരുന്നു. സാംബശിവൻ വളരെ സൂക്ഷ്മമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇവിടെ ഒരു പാർട്ടിയുടെ കൊടി കെട്ടി ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അത് അനുകരിക്കാൻ മറ്റുള്ളവർ കൂടി വന്നാൽ നമ്മുടെ ക്ഷേത്രാങ്കണങ്ങൾ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ വേദിയാകും. ഇപ്പൊ തന്നെ ചില ക്ഷേത്രങ്ങളിൽ, തലശ്ശേരി ചില ക്ഷേത്രങ്ങളിലൊക്കെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതിന്റെ ചില വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു. അതിനൊന്നും ഇടവരുത്താൻ പാടില്ല. ഹൈക്കോടതിയുടെ ഇടപെടൽ അടിയന്തരമായി ഇതിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.